പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, പ്രാർത്ഥന എത്ര ലളിതമാണെങ്കിലും എളിയതാണെങ്കിലും ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കേണ്ടത്? കർത്താവേ, നീയാണ് ഉദ്ദേശിക്കേണ്ടത്. രോഗികളെ, നാനാവിധ രോഗികളെ കർത്താവേ നിന്റെ വിശുദ്ധമായ രക്തം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഡിപ്രഷൻ വന്നു പോയവർ, മനസ്സിടിഞ്ഞവർ, ഇപ്പോൾ കാണുന്നത് പോലെ നെഞ്ചിൻ്റെ ഉള്ളിൽ മുഴയുള്ളവരെ കർത്താവ് സ്പർശിക്കണമേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഉടലിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നവരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. കർത്താവ് അടിവയറ്റിലെ വേദനകളും മുഴുവൻ എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകൾ, ഭാരങ്ങൾ, എന്തോ കെട്ടിയിരിക്കണ പോലെ തോന്നുന്ന അവസ്ഥകൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് ജോലി അന്വേഷിച്ച് പോകുന്നവരെ, കർത്താവ് ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ,
ഓപ്പറേഷൻ 2.5 മണിക്കൂർ ഉണ്ടാകുമെന്ന് കേട്ടപ്പോഴൊരു പ്രയാസം നേടുന്നവരെ, അതിനെക്കുറിച്ച് ഭയങ്ങൾ തോന്നുന്നവരെ, എല്ലാ ഓപ്പറേഷനുകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവ് പ്രസവത്തിലെ കുഞ്ഞിന് വെയിറ്റ് കൂടുതലാണ്, സിസേറിയൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നവർ, അങ്ങനെ ഓരോരോ വിഷയത്തിൽ പ്രസവ സംബന്ധമായ വിഷയങ്ങളെ വിഷമിക്കുന്നവരും വേദനിക്കുകയും വീർമുട്ടുകയും ചെയ്യുന്നവരുടെ എല്ലാ ഭാരങ്ങളും മാറി മാതാവ് പ്രസവത്തിൻ്റെ ഓപ്പറേഷൻ്റെ ടൈമിൽ അല്ലെങ്കിൽ പ്രസവത്തിൻ്റെ സമയം നിൻ്റെ കൂടെ കൈകൾ പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ നിന്നെ ഏൽപ്പിക്കുന്ന പിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവീശ്വര എന്നേക്കും ആമേൻ. മക്കളെ, നമ്മളെ ഇന്നലെ കണ്ടത് ഒരു ബാങ്ക്രപ്സി എന്ന് പറയുന്നത് എന്താ? പാപ്പർ പാസ്. ചില ആൾക്കാർ പാപ്പർ പാസ് എന്ന് പറയത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ലോണെടുത്ത് ജപ്തിയായി, നമുക്ക് അടക്കാൻ നിവൃത്തിയില്ല, നമ്മൾ ജയിലിൽ കേസ് കൊടുത്തവൻ ജയിച്ച് നമ്മൾ ജയിലിൽ പോയി വിചാരിച്ചു. അപ്പോൾ അതിനെ രക്ഷപ്പെടാനുള്ള മാർഗ്ഗമാണ് പാപ്പർ പാസ് എന്ന് പറയുന്നത്. വെച്ചാൽ നമ്മൾ ബാങ്ക്രപ്സാണ്, നമ്മുടെ 5 പൈസയില്ല. അപ്പോൾ ചില സത്യമായിട്ട് അങ്ങനെ വരും. അപ്പോൾ ഇതുപോലെ ആത്മീയമായിട്ട് നമ്മൾ പാപ്പർ പാസ്സാകും, നമ്മുടെ ഒന്നുമില്ല, നമുക്ക് സ്വർഗസ്ഥായ പിതാവ് ചെല്ലാനുള്ള ആവത് പോലും ഉണ്ടാകത്തില്ല. അപ്പം അങ്ങനെ പള്ളിയിൽ പോകാൻ തോന്നത്തില്ലെന്നൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല. ആ പാടെ ഒരു ബാങ്ക്രപ്സി, ഒരു വരണ്ട വാക്കുമായി പോകും. അപ്പോൾ എല്ലാം നമ്മളിങ്ങനെ എല്ലാം ഇങ്ങനെ റിസോഴ്സ് തീർന്നു പോകുന്ന അവസ്ഥ. അങ്ങനെ ഒരു സംഭവം വന്ന് നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റണില്ല, പക്ഷെ പ്രാർത്ഥിക്കാനൊട്ടും തോന്നുകയില്ല, അതിനുള്ള വിശ്വാസമില്ല, ഒരു തരം ശൂന്യമായ ഒരവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? അതിനിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇന്നലെ ഞാൻ ഒന്ന് പറഞ്ഞായിരുന്നു, എന്താണ് ചെയ്യണമെല്ലാം ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ചെയ്യണമെന്ന് ഇന്നലെ പറഞ്ഞായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, അതായത് ഇപ്പോഴേ പൗലോസ് അപ്പോസ്തലനൊക്കെ പറഞ്ഞില്ലേ, കുറേ എന്തെങ്കിലും ഇപ്പം നിങ്ങൾ ബാങ്ക്രപ്സി ആയി പോയെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് ആത്മീയമായ ഒരു കൃപയും ഇല്ല, സീറോ ഗ്രേസ് ആണെന്ന് വിചാരിച്ചോ, അപ്പം എന്ത് ചെയ്യാമെന്നറിയാമോ? കുറച്ച് അനീതികളൊക്കെ ഉണ്ടല്ലോ, കുറച്ച് ആൾക്കാർ നമ്മളോട് ഇപ്പോൾ അനീതികളൊക്കെ ചെയ്യത്തില്ലേ? ഇപ്പം എന്നോട് കുറേ ആൾക്കാർ അനീതി ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തില്ല. നമ്മൾ ചിലപ്പോൾ എല്ലാം നല്ലോണം പറഞ്ഞിരിക്കും, ചില ആൾക്കാർക്ക് അത് മോശമായിട്ട് വരുമല്ലോ. അപ്പോൾ ഏതായാലും നമ്മൾക്കെതിരെ ഈ സമൂഹത്തിൽ നമ്മൾ അനീതികൾ ചെയ്യും. അനീതികൾ പലതരത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് മറ്റുള്ളവർക്ക് അനീതി വരുമല്ല. മറ്റുള്ളവർ ചെയ്യണ അനീതി നമുക്കെതിരെ അനീതി ചെയ്യുന്നവരില്ലേ, നമുക്കെതിരെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ എംപ്ലോയ്മെൻറ്റിൽ നിന്ന് എനിക്ക് 40 വയസ്സായിച്ചായി, ഇനി എംപ്ലോയ്മെൻറ്റിൽ നിന്ന് എനിക്ക് കാർഡ് വരുവാന്നറിയത്തില്ല. അപ്പോൾ ഞാൻ ആ കാർഡ് നോക്കിയപ്പോൾ എംപ്ലോയ്മെൻറ്റ് കാർഡ് കറുത്ത കാർഡ്, എംപ്ലോയ്മെൻറ്റ് കാർഡ് വെളുത്ത കാർഡായിരുന്നേ. ഇത് ഇരുന്നിരുന്ന് ജോലി കിട്ടാതെ എപ്പോഴും പുതുക്കി ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ വരുന്ന് വിളിക്കും. അങ്ങനെ അപ്പം അവർ പറഞ്ഞു അവർക്ക് ജോലി വേണം. ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വിളിക്കത്തില്ലല്ലേ അവർ. അപ്പോൾ ആ ഒരു കണ്ടീഷനിലായി അവർ. അപ്പം ഇതുപോലെ പക്ഷേ ജോലിക്കുള്ള മെമ്മോ നമുക്ക് എംപ്ലോയ്മെൻറ്റിൽ നിന്ന് വന്നെന്ന് വിചാരിക്കുമ്പോൾ പണ്ട് അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടായി, തൊഴിലില്ലാ വേതനം ഉണ്ടായിരുന്നില്ല. അപ്പോഴും ഇതുപോലെ നമുക്ക് ഇപ്പോൾ വേതനത്തിന് വേണ്ടി കാർഡൊക്കെ വരും. അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് അന്വേഷണം വരില്ല ആദ്യം. അപ്പോൾ ആൾക്കാർ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ വന്ന് അന്വേഷിച്ചും പോവും, ഇന്ന ആളിനെ തൊഴിലില്ലാ വേതനം അനുഭവിച്ചിട്ടുണ്ട് അയാൾക്ക്. അപ്പോൾ ചില കഥാപാത്രങ്ങളുണ്ടാവില്ല നാട്ടിലും. അവർ പറയേ അവരെവിടെ അമേരിക്കയില, ബാംഗ്ലൂർ, അവരവിടെ എന്ത് ജോലിയാണല്ല, ഒരു ജോലിയില്ലേ, വീട്ടിൽ നിൽക്കാൻ പറ്റാതെ വേറെ എവിടെ പോയി നിൽക്കായിരിക്കും. പക്ഷെ എന്നാലും ആൾക്കാർ നമ്മളെങ്ങനെ സഹായിക്കും. അതുകൊണ്ട് അവരുടെ ജോലി ഉണ്ടല്ലേ, എന്തായാലും അത് ക്യാൻസൽ ചെയ്യും, സഹായം ക്യാൻസൽ ചെയ്യും. അപ്പോൾ അയൽവാസികൾ ചെയ്യണ സഹായങ്ങളാണ്. ഇതുപോലെ അനീതികൾ ചിലപ്പോൾ ഒരു കല്യാണക്കാര്യം വരുമ്പോൾ അന്വേഷിക്കണത് ഇതുപോലെ റോഡേ വന്നിട്ട് നമ്മൾ ആൾക്കാർ അന്വേഷിക്കുമല്ലോ, ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു കല്യാണം, ഇവിടുന്ന് ഇന്ന വീട്ടിൽ നിന്ന് കല്യാണം എടുക്കുന്നു, അപ്പോൾ അതുകൊണ്ട് ഞങ്ങളവിടെ അന്വേഷിക്കാൻ വന്നാണെന്നൊക്കെ പറയുമ്പോൾ കേൾക്കണം പറയും, അതൊക്കെ ശരിയാണ്, ഒന്ന് അന്വേഷിച്ചിട്ടൊക്കെ വേണം അതൊക്കെ ചെയ്യാനെന്ന്. വേറെ ഒന്നും ആരും പറയത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാലേ
പെണ്ണിന് അല്ലെങ്കിൽ ചെറുക്കൻ എന്താ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് അന്വേഷിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനെന്ന്. അവർ വല്ലതും ചെയ്ത് അവർ തെറ്റൊന്നും ചെയ്തില്ല, അവർ പറഞ്ഞ് ഇത്രയേ ഉള്ളൂ അന്വേഷിക്കണമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അണ്ടർ മീനിങ് എന്താ? ആ വീട്ടുകാർ ആ പയ്യൻ കല്യാണം കഴിക്കാൻ പറ്റാത്ത ആളാണെന്നാണ്. അനീതി ഇങ്ങനെ കുറേ പേര് നമ്മളോട് ചെയ്യും, ഓരോരുത്തരത്തിൽ. ഈ അനീതി ഇപ്പോൾ ചില ആൾക്കാർ, ചില കടക്കാർ വന്ന് എന്നോട് പറയും, എൻ്റെ അച്ഛ കാശ് കിട്ടുമ്പോൾ കാശില്ലാത്തപ്പോൾ ഓടി എൻ്റെ അടുത്ത് വരും. 1/2 കിലോ അരി, ശർക്കര, തേയില, ഗോതമ്പെന്നൊക്കെ പറഞ്ഞ് പയറെന്നൊക്കെ പറഞ്ഞ് വരും. കാശ് കിട്ടുമ്പോൾ എൻ്റെ മുമ്പിലൂടെ വേറെ കടയിൽ പോകുമെന്ന് പറയും. ഇതൊക്കെ ആൾക്കാർ ചെയ്യണതാണ് ഇങ്ങനെ. അപ്പോൾ നമുക്ക് സങ്കടം തോന്നും. നമ്മുടെ കടയിൽ അവർക്ക് പട്ടിണി വന്നപ്പോൾ നമ്മളാണ് സഹായിച്ചത്. പക്ഷേ 10 പൈസ കിട്ടിയപ്പോൾ അവർ നമ്മുടെ കടയിൽ പോയി 2 അപ്പുറത്തെ കടയിൽ പോകും, അല്ലെങ്കിൽ ടൗണിൽ പോയി മേടിക്കും. അപ്പം നിറവില്ലാത്തവരുണ്ടാകും കുറേ പേര്. നമ്മുടെ ആധ്യാത്മികം വളരാത്തതിൻ്റെ കാരണം ഈ സൂക്ഷ്മജീവികളാണ്. നിറവില്ലായ്മയുടെ സൂക്ഷ്മജീവികൾ എല്ലാവരുടെ ജീവിതത്തിലൊക്കെ കുറേശ്ശെ ഉണ്ട്. അപ്പം ഇത് വരുമ്പോൾ ഇതുമൂലം ഉണ്ടാകുന്ന അനീതികളുണ്ട്. അപ്പോൾ ഈ അനീതി എന്ന് പറയുമ്പോൾ എൻ്റെ ഇടയ്ക്കാണ് അനീതി കിട്ടുകയാണെങ്കിൽ ഞാൻ അതുകൊണ്ട് നല്ല അടിപൊളി നല്ല 24 ക്യാരറ്റിൻ്റെ തങ്കത്തിൻ്റെ കൃപയുണ്ടാക്കും. എന്താ കാര്യം എന്നറിയാമോ? അനീതി നമ്മൾ അനുഭവിച്ചാൽ, ഇപ്പോൾ ഈശോ ബൈബിളിൽ ചോദിക്കണില്ലേ, ഒന്ന് കുറഞ്ഞ് 6:7 കഴിഞ്ഞ ദിവസം കണ്ടതാണ്, എന്നാൽ ഇപ്പോൾ ഒരു വേറെ അർത്ഥത്തിൽ കാണാം നമുക്ക്. 1 കുറഞ്ഞ് 6:7 നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ്. എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ? ബൈബിൾ ചോദിക്കണേ, എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ? വഞ്ചന സഹിച്ചുകൂടാ. അപ്പം നമ്മളോർക്കും, എന്തിനാണ് ഈ വഞ്ചന സഹിക്കണത്? എന്തിനാണ് ഇങ്ങനെ ദ്രോഹം ക്ഷമിക്കണത്? ഇത് എന്ത് പുസ്തകവിധെന്നൊക്കെ ചോദിക്കും. ചില ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നത് ബൈബിളിലാണ്. കാര്യം എന്ന് വെച്ചാൽ യഹൂദന് ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ വേറെയും കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് എന്നാണ് അവർ പഠിച്ചു വച്ചിരിക്കുന്നത് അവരുടെ പഴയകാല ജീവിത അനുഭവങ്ങളിൽ നിന്ന്. കർത്താവ് അതെല്ലാം തിരുത്തുകയാണ്, മൊത്തം തിരുത്തുകയാണ്. എന്തിനാണ് തിരുത്തണമെന്ന് നിങ്ങൾക്കറിയാവോ? എന്തുകൊണ്ട് അനീതി നിങ്ങൾക്ക് സഹിക്കാൻ പാടില്ല, എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിക്കാൻ പാടില്ല എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ കാരണം, ഈ ദ്രോഹം ക്ഷമിച്ചാൽ എന്ത് കിട്ടും, അനീതി സഹിച്ചാൽ എന്ത് കിട്ടും അതറിയണമെങ്കിൽ നിങ്ങൾ മത്തായി 5:11-12 വായിക്കണം. എന്നെ പ്രതി അതേ കിടക്കണം. എന്തുകൊണ്ട് അനീതി സഹിക്കാൻ പാടില്ല, അനീതി ക്ഷമിക്കാൻ പാടില്ല, ദ്രോഹം സഹിക്കാൻ പാടില്ല എന്ന് ചോദിച്ചാൽ എന്തിന് സഹിക്കണം, എന്തിന് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ ഈശോ പറയും എന്നെ പ്രതി എന്ന് പറയും. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും വേണ്ട, മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ട് അനീതി സഹിക്കാൻ പാടില്ലെന്ന് വെച്ച് കഴിഞ്ഞാലേ, അതായത് നമ്മൾ ഭാഗ്യവാന്മാരാകാൻ വേണ്ടിയാണ് ദൈവതിരുസന്നിധിയിൽ നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അപ്പൊ പ്രതിഫലത്തിന് തന്നെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഈശോ പ്രതിഫലം എന്ന് പറഞ്ഞിട്ട് പറയും വലിയ പ്രതിഫലത്തെക്കുറിച്ചാണ് പറയണത്, വലിയ പ്രതിഫലം. ഇപ്പം ഈ ഈശോ ഇങ്ങനെ ഭയങ്കര മാത്തമാറ്റിക്കൽ പ്രിസിഷനോടുകൂടിയാണ് ഇതെല്ലാം സംസാരിക്കുന്നത്. കാര്യം വലിയ പ്രതിഫലമുണ്ട്, ചെറിയ പ്രതിഫലമുണ്ട്. ഇപ്പം അനീതി എന്ന് പറയുമ്പോൾ, എന്തുകൊണ്ട് അനീതി സഹിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ ക്രിസ്തു നാമത്തിൽ സഹിക്കണത്. അപ്പോൾ നമുക്കൊന്നും കിട്ടത്തില്ലല്ലോ, അപമാനമല്ലേ കിട്ടത്തുള്ളൂ. അത് ക്രിസ്തു നാമത്തിലാക്കി അക്കൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ വലിയ പ്രതിഫലത്തിലേക്കാണ് പോണത് പ്രത്യാശയോടെ. ഞാൻ എന്താ നമ്മുടെ സബ്ജക്റ്റ് നിങ്ങൾക്ക് അറിയാമോ? എന്താ സബ്ജക്റ്റ്? ഒരു ബാങ്ക്രപ്സി വന്നാൽ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ചോദിക്കണത് നിങ്ങളോട്. വിശ്വാസ തകർച്ച വന്നാൽ, പ്രാർത്ഥനാ തകർച്ച വന്നാൽ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത രീതിയിൽ സീറോ ഓയിലായിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യും? സീറോ എനർജി ആയിപ്പോയി. അതായത് നമ്മൾ എന്ത് ചെയ്യും? പിന്നെ വിശ്വാസ മുന്നേറ്റം നടത്താൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലുള്ള അനീതികൾ നമ്മളോട് ചെയ്തവരോട് നമ്മൾ അങ്ങോട്ട് ചെന്ന് ക്രിസ്തുനാമത്തിൽ ഹൃദ്യമായി സംസാരിക്കുകയും
അവരെ ആശീർവദിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും അവരെ സഹായിക്കുകയൊക്കെ കർത്താവ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ബാങ്ക്രപ്സി ആയിപ്പോയ വിശ്വാസം പെട്ടെന്ന് ഷൂട്ടപ്പ് ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു തന്ത്രം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഉള്ള സാഹചര്യങ്ങളിൽ നമ്മൾ വളരെ ബുദ്ധിപരമായൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ബൈബിൾ നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ തിരുവൾത്താരയിൽ നിർത്തിയ പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് മീനോ മനോജ്. ഇതെൻ്റെ ഭർത്താവ്, മക്കൾ 2 പേരും. ഭർത്താവിൻ്റെ പേര് മനോജ് വർഗീസ്, മകൻ ഇർവിൻ മനോജ്, മകൾ എൽന മനോജ്. ഞങ്ങൾ വരുന്നത് ബാംഗ്ലൂരിൽ നിന്നും. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ കൃപാസന പത്രം എന്നത് അമ്മ നമ്മൾക്ക് തരുന്ന ക്ഷണക്കത്താണ്. എനിക്ക് ആദ്യമായി ഒരു കൃപാസന പത്രം എൻ്റെ സുഹൃത്ത് തന്നു. അതിലൂടെയാണ് കൃപാസന അമ്മയെ ഞാൻ കൂടുതലായി അറിയുന്നത്. അതുവഴി പരിശുദ്ധ അമ്മയുടെ സുഹൃത്തായിട്ട് ഞാൻ മാറുകയും ചെയ്തു. 2024 മെയ് 25 ഞാൻ ആദ്യമായി തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. ആ സമയത്ത് ജീവിതത്തിൻ്റെ കുറച്ച് വേദനയിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന സമയമായിരുന്നു അത്. കാരണം എൻ്റെ മകൻ ആത്മീയ ജീവിതത്തിൽ നിന്നും അകന്നു പോയിരുന്ന സമയമായിരുന്നു. ഓൺലൈൻ ക്ലാസ്സുകളായിരുന്ന സമയത്ത് അവൻ പ്രാർത്ഥനയിലോ വിശുദ്ധ കുർബാനയിലോ പങ്കെടുക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത സമയത്ത് ആദ്യമായി ഞാൻ വെച്ച നിയോഗം, പരിശുദ്ധ അമ്മേ, എൻ്റെ മകനെ അവനെ ആത്മീയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമേ എന്നായിരുന്നു. അമ്മ ആ പ്രാർത്ഥന കേട്ടു. അങ്ങനെ അവൻ ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വരികയും എല്ലാ ദിവസവും ഞായറാഴ്ച വിശുദ്ധ കുർബാനയെ പങ്കെടുക്കുകയും അങ്ങനെ അവൻ്റെ 12ാം ക്ലാസ് വേദപാഠം പൂർത്തിയാക്കുകയും ചെയ്തു. രണ്ടാമതായി ഞാൻ വെച്ച നിയോഗം, എൻ്റെ ഭർത്താവ് 2025 ഓഗസ്റ്റിൽ ഒരു നെഞ്ചുവേദന ഉണ്ടായി. പല ഡോക്ടേഴ്സിന് മാറി മാറി കാണിച്ചു, പല ടെസ്റ്റുകൾ ചെയ്തു. ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നില്ല. അവസാനം അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മയുടെ തിരുവൾത്താരയിൽ അമ്മയുടെ മുമ്പിൽ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം എന്ന് അമ്മയുടെ തുരുമ്പിൽ അപേക്ഷിച്ചതിനെ തുടർന്ന് ആ വേദന പൂർണ്ണമായും പരിശുദ്ധ അമ്മ എടുത്തു മാറ്റി അനുഗ്രഹിച്ചു. പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ആ വേദന പൂർണ്ണമായി അമ്മ നീക്കിക്കളഞ്ഞു. മൂന്നാമതായി എനിക്ക് കിട്ടിയ അനുഗ്രഹം, എൻ്റെ കയ്യിൽ 13 വർഷമായി ഏത് സോപ്പ് ഉപയോഗിച്ചാലും, കുളിക്കണ സോപ്പാണെങ്കിലും പാത്രം കഴുകുന്ന സോപ്പാണെങ്കിലും ഏത് സോപ്പാണെങ്കിലും അതുപയോഗിച്ച് എൻ്റെ കൈ ഭയങ്കരമായിട്ട് അലർജി ഉണ്ടായിരുന്നു. അത് ഭയങ്കര വേദന, നീറുന്ന വേദനയായിരുന്നു. വിശുദ്ധ വസ്തുവായ ഉടമ്പടി തൈലം ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പൂർണ്ണമായിട്ടും ആ അലർജി പരിശുദ്ധ അമ്മ എടുത്തു നീക്കി അനുഗ്രഹിച്ചു. 13 വർഷമായിട്ട് കയ്യിലുണ്ടായിരുന്ന അലർജിയാണ്. പിന്നെ നാലാമതായിട്ട് എനിക്ക് 20 വർഷമായിട്ട് മൈഗ്രെയിൻ തലവേദന ഉണ്ടായിരുന്നു. പല മരുന്നുകൾ ഉപയോഗിച്ചിട്ടും മാറാതിരുന്ന തലവേദന വിശുദ്ധ വസ്തുക്കളുടെ ഉപയോഗം മൂലം ഉടമ്പടി തൈലം ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധ അമ്മ അത് മാറ്റിത്തന്ന് അനുഗ്രഹിച്ചു. പിന്നെ അഞ്ചാമത്, ഞങ്ങൾ ആദ്യമായിട്ട് ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന സമയത്ത് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് KSRTC ബസ്സിലാണ് ഇങ്ങോട്ട് കയറിയത്. ആ സമയത്ത് ഭയങ്കര മഴയായിരുന്നു. യാത്ര പകുതി എത്തിയപ്പോഴേക്കും ബസ്സിൻ്റെ മുൻപിലുണ്ടായിരുന്ന വൈപ്പർ പൊട്ടിപ്പോയി. ഡ്രൈവർക്ക് വണ്ടി എടുക്കാൻ പറ്റിയില്ല. ആ സമയത്ത് ഞങ്ങൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മയുടെ മുമ്പിലേക്ക് വരാൻ വേണ്ടി, അമ്മയുടെ വീട്ടിലേക്ക് വരാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങളിവിടെ ഒരു തടസ്സം കൂടാതെ എത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ മഴ അപ്പുറത്തന്നെ നിൽക്കുകയും ഞങ്ങൾ ബസ്സെടുത്ത് ഞങ്ങൾ ഇവിടെ എത്തുന്നോടം വരെ മഴ പെയ്യാണ്ട് അമ്മ സംരക്ഷിക്കുകയും ചെയ്തു. പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയിലൂടെ പല രീതിയിലുള്ള അപകടങ്ങളിൽ നിന്നും അമ്മ സംരക്ഷിച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം സ്കൂട്ടറിൽ നിന്നും ഞാൻ വീണുവെങ്കിലും ഒരു പരിക്ക് പോലും പറ്റാണ്ട് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധ കാശുരൂപത്തിൻ്റെ സംരക്ഷണം അമ്മ നൽകിയിട്ടുണ്ട്. പിന്നെ മകൻ്റെ +2 സർട്ടിഫിക്കറ്റ് അത് നഷ്ടപ്പെട്ടിരുന്നു. ഞാൻ വിചാരിച്ചു ആ വീട്ടിലൊക്കെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. ഞങ്ങൾ വിചാരിച്ചു അവൻ്റെ അടുത്ത് നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചേ. അമ്മയോട് ഞാൻ പറഞ്ഞു, പരിശുദ്ധ അമ്മയെ 2025 ഒക്ടോബർ മാസത്തിലെ ജപമാല റാലിക്ക് മുമ്പായിട്ട് അത് എവിടെയാണെന്ന് അമ്മ ഒരു സൂചനയെങ്കിലും തരണമേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് വീട്ടിലെ അലമാരിയിൽ ഉണ്ടായിരുന്നു. അത് ഭർത്താവ് തന്നെ പോയി എടുത്തു തരൂ. അങ്ങനെ അമ്മ അനുഗ്രഹിച്ചു. ചെറുതും വലുതുമായ പലവിധ അനുഗ്രഹങ്ങളാൽ പരിശുദ്ധ അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. കാരുണ്യ പ്രവൃത്തികൾ ഇവിടെ നിന്നും 4 കന്നഡ, ഇംഗ്ലീഷ്, മലയാളം, തമിഴ് 4 ഭാഷകളിൽ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന കൃപാസനം പേപ്പർ ബാംഗ്ലൂരിൽ ശിവാജി നഗറിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിൽ ഒരു പള്ളിയുണ്ട്. അവിടെയും എൻ്റെ സുഹൃത്തുക്കൾക്കും
വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ കൊടുക്കാറുണ്ട്. കാര്യപ്രവർത്തനമായിട്ട് സുഖമില്ലാത്തവരെ പോയി കാണുകയും അവർക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായം ചെയ്യുകയും ഭക്ഷണം മുതലായ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട്. കൂടാതെ അവിടെ സിസ്റ്റേഴ്സ് നടത്തുന്ന കോൺവെൻറ്റുകളിൽ പോയിട്ട് രോഗികളായി കിടക്കുന്നവരെ സഹായിക്കുകയും അവർക്ക് വേണ്ടുന്ന വസ്ത്രം ഭക്ഷണം എല്ലാം മേടിച്ചു കൊടുത്ത് സഹായിക്കുകയും ചെയ്യാറുണ്ട്. പരിശുദ്ധമ്മ ഇത്രയധികം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹിച്ച അമ്മയ്ക്ക് 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ചൊവ്വാഴ്ചകളിൽ ഉടമ്പടി ധ്യാനം ഒരിക്കലും അത് മുടക്കാറില്ല. അപ്പോൾ തന്നെ കൂടുകയും അത് സ്റ്റാറ്റസ് ഇടുകയും എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട്. അനുദിന അനുഗ്രഹ പ്രാർത്ഥന ഞങ്ങളെല്ലാവരും കൂടുകയും അത് സ്റ്റാറ്റസായി ഇടുകയും എല്ലാ കൂട്ടുകാർക്കും എല്ലാ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യാറുണ്ട്. പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി ജീവിതം വഴി ഞങ്ങളുടെ കുടുംബവും ഞങ്ങൾ വ്യക്തിപരമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിച്ചു അമ്മ. എല്ലാ ദിവസവും വിശുദ്ധ കുടുംബ പ്രാർത്ഥന ജപമാരെ മുടക്കാറില്ല. ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാന ഒന്നും ഒഴിവാക്കാറില്ല. മക്കളാണെങ്കിലും എല്ലാത്തിനും പ്രാർത്ഥനയിലെല്ലാം സജീവമായി പങ്കെടുക്കുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായി ഞാൻ രണ്ടാമതായി വെച്ചിരുന്ന ഉടമ്പടി നിയോഗമായിരുന്നു. എൻ്റെ ഭർത്താവിന് കമ്പനിയിൽ ശമ്പളം മുടങ്ങിക്കിടക്കുകയായിരുന്നു. പരിശുദ്ധമ്മയുടെ മുമ്പിൽ അത് നിയോഗമായി വച്ചതിൻ്റെ ഫലമായി ആ ശമ്പളം നൽകി അമ്മ അനുഗ്രഹിച്ചു. ഇത്രയധികം അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയ പരിശുദ്ധമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതം ഇനിയും ഉടമ്പടിയിൽ തുടർന്ന് മുമ്പോട്ട് പോകുവാനാണ് ഞങ്ങളുടെ തീരുമാനം. പരിശുദ്ധമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യം സമർപ്പിക്കുന്നു. അങ്ങ് എനിക്ക് രക്ഷയുടെ പരിചയം നൽകി. അവിടുത്തെ വലത് കൈ എന്നെ താങ്ങി നിർത്തി. അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. സങ്കീർത്തനം 18:35 വചനമാണ്. ഉടമ്പടിയിൽ നമുക്ക് ഏറ്റവും വലിയ ഉറപ്പ് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും സാന്നിധ്യമാണ്. അങ്ങ് എനിക്ക് രക്ഷയുടെ പരിചയം നൽകി, അവിടുത്തെ വലത് കൈ എന്നെ താങ്ങി നിർത്തിയെന്നാണ് വചനം പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആ രക്ഷയുടെ പരിചയം നമുക്ക് മനസ്സിലാക്കുവാനും ആ വലത് കൈയിൽ താങ്ങി നിർത്തുന്ന ദൈവത്തിൻ്റെ അരികിലേക്ക് നമുക്കും ചേർന്ന് നിൽക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഉടമ്പടിയിൽ നമ്മുടെ കഴിവുകൊണ്ടല്ല, ദൈവത്തിൻ്റെ കരുണയും കൃപയും കൊണ്ടാണ് നാം ഉയരുന്നത്. ദൈവം നമ്മെ മാറ്റി രൂപാന്തരപ്പെടുത്തുന്ന ഒരു വലിയ പദ്ധതിയാണ്, ഒരു വിശുദ്ധിയിലേക്കുള്ള ഒരു ആത്മീയതയിലേക്കുള്ള ഒരു പദ്ധതിയാണ് ഉടമ്പടി. കൃപാസനം ആത്മീയത നമ്മെ വിനയം, വിശ്വാസം, പരിശുദ്ധി എന്നിവയിൽ കൂടുതലും ആത്മീയതയിൽ വളർച്ചയിലേക്കാണ് നമ്മെ ഉയർത്തുന്നത്. ആ പരിശുദ്ധമ്മയുടെ കരം പിടിച്ച് നമ്മുടെ ആത്മീയ ജീവിതം കൂടുതൽ തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. മീന മനോജിനും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകരക്ഷകനായ ഈശോയ്ക്കും കൃപാസനം പ്രസാദ മാതാവിനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം പറയുകയാണ്. എൻ്റെ പേര് റോണി. ഞാൻ മംഗലാപുരത്ത് നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഭാര്യ ഷീബ, ഇത് മോൻ ആരൺ, പിന്നെ എൻ്റെ അമ്മയുണ്ട് ആനി. ഞാൻ 2024 മെയ് മാസത്തിലാണ് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ വൈഫ് നേഴ്സിംഗ് കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങളായിട്ട് വിദേശത്ത് പോകാനായിട്ട് ആലോചിച്ചു ഇരിക്കുകയായിരുന്നു. പല തടസ്സങ്ങൾ കൊണ്ട് അത് നടന്നില്ല. അവസാനം എൻ്റെ കല്യാണം കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ട്രൈ ചെയ്തു, ഒന്നും നടന്നില്ല. അവസാനം ഇസ്രായേലിൽ പോകാനായിട്ടൊരു ചാൻസ് വന്നു. അതിൻ്റെ പേപ്പർ വർക്കുകൾക്കായിട്ട് പോയപ്പോഴാണ് അതിലെ നൂലാമാലകളെല്ലാം എനിക്ക് മനസ്സിലായത്. പേപ്പറിൽ ആളുടെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സർനെയിം അങ്ങനെയുള്ള യാതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം തിരുത്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള മംഗലാപുരത്തുള്ള ഓഫീസുകളിലെല്ലാം ഞങ്ങൾ കയറി ഇറങ്ങി. പ്രത്യേകിച്ച് ഞങ്ങൾ മലയാളികളായതുകൊണ്ട് അവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അച്ഛൻ്റെ ധ്യാനങ്ങളും കാര്യങ്ങളെല്ലാം യൂട്യൂബിൽ കാണുകയുണ്ടായിരുന്നു. അപ്പോഴെൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഞാൻ ഈ ഉടമ്പടിയുടെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചറിഞ്ഞതും ഈ ഒരാവശ്യത്തിന് വേണ്ടി ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വന്നതും. ഉടമ്പടി എടുത്തതിന് ശേഷം ഉണ്ടായ സമയച്ചുരുക്കം വളരെ അത്ഭുതമായിരുന്നു. വെറും 3 ആഴ്ച കൊണ്ട് എൻ്റെ വൈഫിന് ഇസ്രായേലിൽ പോകാൻ സാധിച്ചു. എന്ന് പറഞ്ഞാൽ
ഞങ്ങളിവിടുത്തെ ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കളെ ഉപ്പ്, തൈലം ഇതെല്ലാം യൂസ് ചെയ്യുമായിരുന്നു. എവിടെ പോവുകയാണെങ്കിലും, ഓഫീസിൽ പോവുകയാണെങ്കിലും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, വിശ്വാസ പ്രമാണം ചൊല്ലി, കുരിശ് വരച്ച് ആ ഉപ്പ് ഒരു നുള്ളെടുത്ത് വായിലിട്ടതിന് ശേഷം മാത്രമാണ് പോയിരുന്നത്. ഓരോ ഓഫീസിൽ പോകുമ്പോഴും ആ ഉപ്പ് കൊണ്ടുപോയിട്ട് അവിടെ ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞങ്ങളത് ഓഫീസിലേക്ക് പ്രവേശിച്ചിരുന്നത്. അങ്ങനെ 1-2 ആഴ്ച കൊണ്ട് എല്ലാ ഡോക്യുമെൻറ്റുകളും, പാസ്പോർട്ട്, ആധാർ കാർഡ്, വോട്ടർ ID, അങ്ങനെ പല പല കാര്യങ്ങളെല്ലാം ശരിയായി. അതിനുശേഷം അതിനേക്കാളും വലിയൊരു കടമ്പ, എൻ്റെ വൈഫിന് TB ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ മെഡിക്കൽ ടെസ്റ്റിന് പോകുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ റിജക്റ്റ് ആവും, പോകാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് തിരി കത്തിച്ച് വെച്ച് വിശ്വാസ പ്രമാണവും ഉടമ്പടിയുടെ പ്രാർത്ഥനകളെല്ലാം ചൊല്ലി ഉടമ്പടി തൈലം കൊണ്ട് നെറ്റിയിൽ കുരിശ് വരച്ച് ഉടമ്പടി ഉപ്പ് സ്വല്പം കഴിച്ച് ആ ഉപ്പ് എടുത്തുകൊണ്ടാണ് എൻ്റെ വൈഫ് മെഡിക്കലിനായിട്ട് പോയത്. അപ്പോൾ മെഡിക്കൽ ചെയ്യുന്ന സെൻറ്ററിൻ്റെ അവിടെ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് വൈഫ് അതിനു വേണ്ടി പോയത്. അത്ഭുതം എന്ന് പറയട്ടെ, 20 പേരായിരുന്നു അവർ അതിൽ അറ്റൻഡ് ചെയ്തത് ആ ബാച്ചിൽ. അതിൽ 12 പേര് പാസ്സായി. അതിലൊരാൾ എൻ്റെ വൈഫായിരുന്നു. അമ്മ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് അന്ന് മാത്രമാണ് ആ മെഡിക്കൽ ടെസ്റ്റിൽ പാസ്സാകാൻ സാധിച്ചതെന്ന് ഞങ്ങളെപ്പോഴും വിശ്വസിക്കുന്നു. അതിനുശേഷം അടുത്ത കടമ്പ അവരുടെ എംബസിയുടെ ഇൻ്റർവ്യൂ ആയിരുന്നു. വൈഫിന് സെപ്പറേറ്റ് ഇൻ്റർവ്യൂ ചെയ്യും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഹസ്ബൻഡിന് ഇൻ്റർവ്യൂ ചെയ്യും. അപ്പോൾ ഞങ്ങൾ പറയുന്ന സംഭവങ്ങൾ കോയിൻസൈഡ് ആവണം, എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ തീർന്നു. പക്ഷെ അവിടെ ഇതുപോലെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച്, മാധ്യസ്ഥം പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇൻ്റർവ്യൂവിന് പോയി. അവിടെയും ഉടമ്പടിയുടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇൻ്റർവ്യൂവിൽ പങ്കായത്. വളരെ കാഷ്വലായിട്ടുള്ള സംസാരം മാത്രമേ ഉണ്ടായുള്ളൂ. ജോബിൽ സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങളും അവർ ചോദിച്ചിട്ടില്ല. അങ്ങനെ 3 ആഴ്ച കൊണ്ട് വെരി ഫാസ്റ്റ് അവർ ഇസ്രായേലിലേക്ക് പോയി. അതിനുശേഷം രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ മോൻ്റെ കവിളത്ത് 2 കവിളിലും വൈറ്റ് മാർക്ക് ഉണ്ടായിരുന്നു, 3-4 മാർക്കുകൾ. ഒരു 5-6 വർഷമായിട്ട് ഉള്ളതാണ്. മരുന്നുകളൊക്കെ ചില ചെയ്ത്, പിന്നെ വൈറ്റമിൻ ടാബ്ലറ്റ്സ് എല്ലാം കഴിച്ചു, പക്ഷെ അതൊന്നും കാര്യമായില്ല. അവസാനം ഉടമ്പടി തൈലം എന്ന ദിവ്യ ഔഷധം ഒന്നുകൊണ്ട് മാത്രമാണ് എൻ്റെ മോൻ്റെ മുഖത്തുള്ള പാടുകൾ ഇപ്പോൾ പോയി. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കാം, ക്ലിയറാണ് അവൻ്റെ ഫേസ്. അവൻ്റെ ഫേസിൽ യാതൊരു മാർക്കും ഇല്ല. ഇതെല്ലാം അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോ തന്ന അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. എനിക്ക് ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ലോകരക്ഷനായ ഈശോയ്ക്കും, ഈശോയുടെ മാധ്യസ്ഥം വഹിച്ച് ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന അമ്മയ്ക്കും നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ മംഗലാപുരത്ത് 2-3 ഓൾഡ് ഏജ് ഹോമുകളുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ ഫുഡ് കൊടുക്കുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെയെല്ലാം സഹായിക്കുകയും അവർക്ക് ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും, സാധനങ്ങൾ മേടിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ചെയ്തിരുന്നത്. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം, ഞാനാണ് ഉടമ്പടി എടുത്തത്, എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ, എല്ലാ ദിവസവും പള്ളിയിൽ പോകാനുള്ള ഒരു മനസ്സ് എനിക്ക് തന്നെത്താൻ തോന്നിച്ചു ദൈവം. പറ്റുന്നത്ര 99% ഞാൻ രാവിലെ അച്ഛൻ്റെ പ്രാർത്ഥന ഡെയിലി ബ്രെഡ് കേട്ടതിന് ശേഷം 6 മണിക്ക് 6:30ക്കാണ് കുർബാന. അതിന് പോയി പങ്കെടുത്തിട്ടാണ് വീട്ടിൽ വന്ന് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത്. ഇത്രയൊക്കെ നന്മകൾ ചെയ്ത അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി ഈശോയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തതെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 12-ാം അധ്യായം 8-ാം തിരുവചനം. ദൂതൻ അവനോട് പറഞ്ഞു, നീ അരമുറുക്കി പാദരക്ഷകൾ അണിയുക. അവൻ അങ്ങനെ ചെയ്തു. ദൂതൻ വീണ്ടും പറഞ്ഞു, മേലങ്കി ധരിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക. അവൻ പുറത്തിറങ്ങി ദൂതനെ അനുഗമിച്ചു. എങ്കിലും ദൂതൻ വഴി സംഭവിച്ച ഇക്കാര്യം യാഥാർത്ഥ്യമാണെന്ന് അവന് തോന്നിയില്ല. തനിക്കൊരു ദർശനമുണ്ടായതാണെന്നേ അവൻ കരുതിയുള്ളൂ. റോണി വർഗീസ് തൻ്റെ കുടുംബത്തിന് വേണ്ടി പറയുന്ന
നല്ല ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ ഏറ്റുപറഞ്ഞത്. ഉടമ്പടി ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടായ അത്ഭുതങ്ങളും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവർക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് തൻ്റെ റോണിയുടെ വൈഫിനുണ്ടായ വലിയൊരു അത്ഭുത സാക്ഷ്യമാണ് ഇവിടെ ഏറ്റു പറയുന്നത്. 20 വർഷക്കാലമായി അവർ വൈഫ് ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുകയായിരുന്നു. പക്ഷേ ഉടമ്പടി ചെയ്തതിന് ശേഷം 3 ആഴ്ചയ്ക്കുള്ളിലാണ് ഈ മകൾ ഇസ്രായേലിലേക്ക് ജോലിക്കായി പോകുന്നതിനുള്ള സാധ്യതകൾ തുറന്നു കിട്ടിയത് എന്ന് അദ്ദേഹം ഏറ്റു പറയുന്നു. അവരെവിടെയൊക്കെയോ ഏതെല്ലാം ഓഫീസുകളിൽ കയറിയോ ആരോടെല്ലാം സംസാരിച്ചുവോ അവിടെയെല്ലാം പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു നല്ല സാധ്യതകൾ തുറന്നു കിട്ടുന്നതെന്ന് അദ്ദേഹം ഏറ്റു പറയുകയുണ്ടായി. അവരുടെ ഉടമ്പടി ജീവിതം കുടുംബത്തിൽ മൊത്തത്തിൽ അവർ വളരെ വിശ്വസ്തതാപൂർവം ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രാർത്ഥനാ അന്തരീക്ഷം അവരുടെ കുടുംബത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവപിതാവിനെ പരിശുദ്ധ അമ്മ ചോദിക്കുന്നതെന്തും ഈശോ നൽകാൻ അവർക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു. അങ്ങനെയാണ് നമ്മെ ജോസഫ് അച്ഛൻ പഠിപ്പിക്കുന്നതും. ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുമ്പോൾ ബാക്കിയുള്ളതെല്ലാം നമ്മോട് കൂട്ടിച്ചേർക്കുമെന്ന് ജോസഫ് അച്ഛൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അവരുടെ നേർച്ച വസ്തുക്കളുടെ ശക്തമായ പ്രയോഗം, പ്രയോഗവും അവരുടെ വിശ്വാസ ജീവിതവും അവരുടെ ഉടമ്പടിയിലുള്ള അവരുടെ വിശ്വസ്തതയുമാണ് ഇന്നവർക്ക് വളരെ സന്തോഷത്തോടുകൂടി സാക്ഷ്യം പറയാനുള്ള സാധ്യത നൽകുന്നത്. അതുപോലെ തന്നെ മകൻ്റെ മുഖത്തുണ്ടായ 6 വർഷത്തോളമായി അവരുടെ മുഖത്തുണ്ടായിരുന്ന ചില പാടുകൾ ഇവിടെ നിന്നുള്ള നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെ വളരെ പെട്ടെന്ന് അപ്രത്യക്ഷമായി സൗഖ്യം ലഭിച്ചു എന്നും ഏറ്റു പറയുന്നു. നമുക്ക് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് ഒരു പ്രത്യേക കാരണം ദൈവം നമ്മെ വിട്ടു പിരിയുന്നില്ല എന്നാണ്. നമ്മെ പിരിഞ്ഞു പോകാത്ത ദൈവം, നമ്മെ പിരിഞ്ഞു പോകാൻ മനസ്സിലാത്ത ദൈവം, നമ്മെ എപ്പോഴും ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം, നമ്മുടെ സങ്കടങ്ങളിലെല്ലാം നമ്മോട് കൂടെ കരയുന്നൊരു ദൈവം നമുക്കുള്ളപ്പോൾ നമുക്കൊന്നിനും ഭയപ്പെടേണ്ടതില്ല. ഞാൻ തന്നെ നിൻ്റെ കൂടെ വരികയും നിനക്ക് വഴികാട്ടിയായി നിൽക്കുകയും ചെയ്യുന്ന പ്രവാചകന്മാരോട് ദൈവം അരുളി ചെയ്യുന്നുണ്ട്. അതെല്ലാം ഇന്നും നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ നിവർത്തിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റോണി വർഗീസിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നതോടൊപ്പം സമാനമായ ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന, അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന, രോഗാവസ്ഥകളും ജോലി പ്രശ്നങ്ങളുമായി നിൽക്കുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച്